നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 579 579. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 1-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. യന്നിബദ്ധോ അഭിമാനോ അയം തദ്വതാത് പ്രാണിനാം വദ തഥാ നയസ്യ കൈവല്യാദഭിമാനോ അഖിലാത്മന പരസ്യ ദമകർത്തുർഹി ഹിംസാകേനാശ കൽപ്യതേ. ഒരു 3 വരി ശ്ലോകമാണ്. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഈ ഭാവം യാതൊന്നിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അതിൻ്റെ വധം ഹേതുവായിട്ട് പ്രാണികളുടെ വധം സകലത്തിലും ആത്മാവായും നിയന്താവായും പ്രകൃതി ഭിന്നനായും ഇരിക്കുന്ന യാതൊരുവന് ഏകത്വം ഹേതുവായിട്ട് അഭിമാനമില്ല. ഇവൻ്റെ ഹിംസ ആരാൽ കൽപ്പിക്കപ്പെട്ടു? പ്രാണികളെ ഹിംസിക്കാൻ പാടില്ല. പക്ഷെ ദുഷ്ടന്മാരെ ഭഗവാൻ മോക്ഷം കൊടുത്ത് നേർവഴിക്ക് കൊണ്ടുവരിക ചെയ്യണത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ, യാതൊരു ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തെ അജ്ഞന്മാർ ഉറപ്പിച്ചിരിക്കുന്നുവോ ആ ശരീരത്തിൻ്റെ വധം നിമിത്തം അദ്വിതീയനും അഖിലാത്മാവുമായ ഈശ്വരന് ശരീരാഭിമാനമില്ല. ദൈത്യാദികളെ വധിക്കുന്നത് അവർക്ക് ഹിതത്തിനു വേണ്ടിയിട്ട് മാത്രമാകുന്നു. അതാണ് ഞാൻ മോക്ഷത്തിന് എന്ന് പറഞ്ഞത്. അപ്രകാരമുള്ള ഭഗവാനെ ഹിംസിപ്പാൻ ആർക്ക് കഴിയും? എങ്ങനെ അത് സംഭവിക്കും എന്ന് ചോദിക്കുകയാണ്. ഇനി ശ്ലോകം 25. തസ്മാത് അദ്വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാൽ കാമേന വാ യുജ്യാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. അതു ഹേതുവായിട്ട്, വൈരത്തിൻ്റെ അനുബന്ധം ഹേതുവായിട്ട്, വൈരത്തോട് കൂടാതെ കണ്ടോ, ഭയം കൊണ്ടോ, സ്നേഹം കൊണ്ടോ, കാമം കൊണ്ടോ, ഏതു വിധത്തിലെങ്കിലും മനസ്സിനെ യോജിപ്പിക്കണം. ഭിന്നമായിട്ട് കാണുന്നില്ല. എല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്, ഞാനും നിങ്ങളൊക്കെ. പക്ഷേ നമ്മൾക്ക് പ്രകൃതിയുടെ ഗുണങ്ങൾ വരുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. നിന്ദാസ്തുതികൾ നിമിത്തം ഭഗവാന് വൈഷമ്യമില്ലാത്തത് കൊണ്ട് ഏതൊരു വിധത്തിലെങ്കിലും ഭഗവാനെ ധ്യാനിക്കുന്നവൻ്റെ ഭഗവൻ നിന്ദാജന്യമായ പാപവും ആ ധന്യമഹിമയാൽ നശിക്കുന്നതിനാൽ ഭഗവാനിൽ ദ്വേഷബുദ്ധിയുള്ളവർക്കും സായുജ്യം ലഭിക്കുന്നത് യുക്തം തന്നെ എന്ന അഭിപ്രായത്തെ ഇത് മുതൽ 7 പദ്യം കൊണ്ട് വിശദമാക്കുന്നു. അത് ഹേതുവായിട്ട് ഭഗവാന് നിന്ദാസുതികളാൽ വിഷമഭാവമില്ലാത്തത് കൊണ്ട് വൈരം നിമിത്തമോ, ഭക്തി നിമിത്തമോ, സ്നേഹം നിമിത്തമോ, കാമം നിമിത്തമോ ഏതേതു വിധത്തിൽ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യണം. അങ്ങനെ ഉറപ്പിക്കുന്നത് കൊണ്ട് ഭഗവാനെ ഒഴിച്ച് മറ്റൊന്നിനെയും ഭാവിക്കാതെയാകുന്ന മനസ്സ് തന്നെ ഭഗവന്മയമായി ഭവിക്കുന്നു. അനന്യശരണാഗതനായിട്ടെന്നുള്ള വാക്കാണ് അതിന് സ്പഷ്ടമായിട്ട് അവിടെ ചേരാം. ഇനി 26-ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചോളൂ.
യഥാ വൈരാനുബന്ധേന മർത്യസ്തന്മയതാം യാത് ന തഥാ ഭക്തിയോഗേന ഇതി മേ നിശ്ചിതാ മതി. മതി മനസ്സ്. അപ്പോൾ വൈരഭാവത്താൽ മനുഷ്യൻ എപ്രകാരം സ്വരൂപത്തെ പ്രാപിക്കുമോ, ഭക്തിയോഗത്താൽ അപ്രകാരം ഭവിക്കുകയില്ല. അപ്പോൾ ദേശബുദ്ധിയാണ് ഒരു കണക്കിന് നല്ലത് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നാണ് എൻ്റെ ഉറപ്പായ അഭിപ്രായം എന്ന് പറയണു. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ ഭാവാർത്ഥം 2 ഭാഗമായിട്ടാണ് പറഞ്ഞത്. അതെന്താ? ഒന്ന് അതിൻ്റെ ഒരു പ്രിയാമ്പിളാവും, പിന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷനാവും. അതായത് ഭജനക്രമങ്ങളിൽ വെച്ച് വിദ്വേഷഭാവനയാൽ മനുഷ്യൻ ഭഗവത് സായുജ്യത്തെ പ്രാപിക്കുന്നത് പോലെ ഭക്തിഭാവനയാൽ അത്ര എളുപ്പത്തിൽ പ്രാപിക്കയില്ല എന്നാണ് എൻ്റെ ദൃഢവിശ്വാസം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട്, ശത്രുവിനെ എല്ലായ്പ്പോഴും ഓർമ്മിക്കും, സ്നേഹിതനെ അതുപോലെ സ്മരിക്കുകയില്ല. ഇതാണ് അർത്ഥവാക്യം. ശത്രുവിനെ എല്ലായ്പ്പോഴും ഓർമ്മിക്കും, സ്നേഹിതനെ അതേപോലെ സ്മരിക്കുകയില്ല. ഭഗവാനിൽ നിന്ന് മനസ്സ് വേറിടാതെയിരിക്കുന്ന പക്ഷം അവന് സായുജ്യം ലഭിക്കും. അതിന് പറ്റിയതാണ് വിദ്വേഷഭാവം. അതിനാൽ ഭഗവാനെ ദ്വേഷിക്കുന്നവർക്ക് അചിരേണ സായുജ്യം ലഭിക്കുക എന്ന് പറഞ്ഞു. ഇനി 27, കീടപേശസ്കൃതാരുദ്ധ ഗുഢ്യായാം തമനുസ്മരൻ സംരംഭഭയയോഗേന വിന്ദതേ തൽസ്വരൂപതാം. വേട്ടാളനാൽ ചുമരിൽ രോദിക്കപ്പെട്ട പുഴു ക്രോധം, ഭയം എന്ന കാരണത്താൽ ആ വേട്ടാളനെ നിരന്തരം സ്മരിക്കുന്നതായിട്ട് അതിൻ്റെ രൂപത്തെ പ്രാപിക്കുന്നു. അതാണ് അച്ഛനെ പോലെ ആവണം, അച്ഛനെ പോലെ ആവണം എന്ന് പറഞ്ഞാൽ അച്ഛനെ പോലെ ആവും. പ്രമോഷമുണ്ടോ? ആർക്കെങ്കിലും ഡോക്ടർ അബ്ദുൽ കലാം സാറിനെ പോലെ ആവണം എന്ന് തോന്നിയാൽ അവരും രക്ഷപ്പെടും. മനസ്സിലായില്ലേ? അപ്പം ഇനി ഇതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ. ഇതിന് ഉദാഹരണം, വേട്ടാളൻ എന്ന വണ്ട് ഒരു പുഴുവിനെ ചുമരിലുള്ള ദ്വാരത്തിൽ അടച്ചിട്ട് അതിനെ വിട്ടുപിരിയാതെ ഇരിക്കുന്നു. ഈ കീടം വേട്ടാളൻ്റെ പേരിലുള്ള ക്രോധവും ഭയവും നിമിത്തം അതിനെ തന്നെ നിരന്തരം ഭാവിക്കയാൽ കുറേ ദിവസം കൊണ്ട് വേട്ടാളനായിട്ട് ഭവിക്കുന്നു. ഏതൊരുവൻ ഏതൊന്നിനെ നിരന്തരം ഭാവിക്കുന്നുവോ അവൻ അതിൻ്റെ സ്വരൂപത്തെ പ്രാപിക്കുമെന്ന് ഇതിനാൽ വിശദമായി എന്നാണ് പറയാൻ കാരണം. അപ്പോൾ ഞാനിവിടെ 1+2 1+7 അല്ല 1/7 എഴുതി. അപ്പോൾ അതേപോലെ നമുക്ക് മറ്റുള്ളത് കൂടി ചെയ്യാം. എന്നാൽ പിന്നെ എന്തുണ്ട്, ആർക്കെങ്കിലും എൻ്റെ കാലത്തിന് ശേഷം ഇത് വായിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. 2/7 ഇനി 3/7 പറഞ്ഞു. ഇപ്പോൾ നമ്മൾ 3/7 ഇനി 4/7 അതെന്താ ചോദിക്കുകയാണെങ്കിൽ ശ്ലോകം 28. ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജൈശ്വരേ വൈരേണ പൂതപാപ്നാം സ്തം ആപുരനുചിന്തയാം. അതിന് വാക്കർത്ഥം കേട്ടോളൂ. ഇപ്രകാരം മായയാൽ മനുഷ്യരൂപത്തിലിരിക്കുന്ന, ശ്രദ്ധിക്കണം, ഭഗവാൻ രൂപം എടുക്കുന്നത് മായ കൊണ്ടാണ്. ഭഗവാൻ നിരാകാരനാണ്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വരനും ഭഗവാനുമായ കൃഷ്ണനിൽ വൈരത്താൽ നിരന്തരാന്ന് വേണം, നിരന്തചിത്ത നിമിത്തം പാപം നശിച്ചവരായിട്ട് അവൻ ഭഗവാനെ പ്രാപിച്ചു. അതാണ് ഇപ്രകാരം ദേശഭാവം നിമിത്തം മായാമനുഷ്യനും സാക്ഷാൽ ഭഗവാനും ഈശ്വരനുമായ ശ്രീകൃഷ്ണനിൽ നിരന്തര ചിന്ത നിമിത്തം സകല പാപങ്ങളും നശിച്ച് പരിശുദ്ധന്മാരായി എത്രയോ പേർ ഭഗവത് സായുജ്യത്തെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഇനി 5/7 29.
കാമദ്വേഷാത് ഭയാത് സ്നേഹാത് യഥാ ഭക്തേശ്വരേ മന ആവേശതദഘം ഹിത്വാ ബഹവസ്തദ്ഗതിം ഗതാം. കാമം ഹേതുവായിട്ടും ദ്വേഷം ഹേതുവായിട്ടും ഭയം ഹേതുവായിട്ടും സ്നേഹം ഹേതുവായിട്ടും ഭക്തി ഹേതുവായിട്ടും ഈശ്വരനിൽ മനസ്സിനെ ഉറപ്പിച്ചിട്ട് അവരുടെ പാപത്തെ ഉപേക്ഷിച്ചിട്ട് അനേകം പേർ ഭഗവത് സായുജ്യത്തെ ഏതുവിധം ഗമിച്ചുവോ പറഞ്ഞാൽ തിരക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ബന്ധഹേതുക്കളായ കാമാതിവൃത്തികൾ, ബന്ധത്തിന് കാരണം എന്താ? കാമാതിവൃത്തികളും ഭഗവത് വിഷയകമായി വരുന്ന പക്ഷം സകല ബന്ധങ്ങളും തീർന്ന് സായുജ്യം പ്രാപ്തി കാരണങ്ങളായി വരുമെന്ന് 2 ശ്ലോകങ്ങളാൽ ഉപദേശിക്കുന്നു. അതായത് കാമം, ദ്വേഷം, ഭയം, സ്നേഹം, ഭക്തി എന്നീ ഭാവങ്ങൾക്ക് അധീനരായിട്ട് മനസ്സിനെ ഈശ്വരനിൽ സമർപ്പിച്ച് അനേകം പേർ കാമാതിവൃത്തികൾ നിമിത്തമുണ്ടായ പാപങ്ങളിൽ നിന്നും വിമുക്തന്മാരായി ഭഗവത് സായുജ്യത്തെ പ്രാപിച്ചതിന് ദൃഷ്ടാന്തം പറയാം, കേൾക്കുക എന്ന് പറഞ്ഞു. ഇനി 6/7 ശ്ലോകം 30. അതാണ് ഗോപസ്ത്രീകളാണ് അതിന് ഏറ്റവും വലിയ നല്ല ഉദാഹരണം. ഗോപ്യ കാമാൽ ഭയാത് കംസോ ദ്വേഷാത് ചൈദ്യാദയോ നൃപ സംബന്ധാത് വൃഷ്ണയാ സ്നേഹാൽ യൂയം ഭക്ത്യാ വയം വിഭോ. പലരും ചിലവരെ ഗോപസ്ത്രീകളെ കാമം കൊണ്ടും കംസൻ ദ്വേഷത്തെ കൊണ്ടും അതേമാതിരി തന്നെ ഈ ചൈത്യാധിപതൻ പിന്നെ ശിശുപാലൻ പിന്നെയോ വൃഷ്ണികൾ അതായത് കുടുംബപരമായിട്ടും സ്നേഹം കൊണ്ട് ആണ് മറ്റുള്ളവർ വേറെ ചിലവർ ഇങ്ങനെ വയം വിഭോ എന്ന് പറഞ്ഞു. അപ്പോൾ കാമം ഹേതുവായിട്ട് ഗോപികൾ, ഭയം ഹേതുവായിട്ട് കംസൻ, ദേഷം ഹേതുവായിട്ട് ശിശുപാലൻ, രാജാക്കന്മാർ ബന്ധം ഹേതുവായിട്ട് വൃഷ്ണികൾ, സ്നേഹം ഹേതുവായിട്ട് നിങ്ങൾ ഭക്തിയാൽ പിന്നെ നമ്മുടെ എന്താ പറയുക ദേവജയന്മാർ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. കാമ്യവൃത്തികൾ നിമിത്തം ഗോപസ്ത്രീകളും ഭയത്താൽ കംസനും ദേശത്താൽ ശിശുപാലാദി രാജാക്കന്മാരും ബന്ധങ്ങളാൽ വൃഷ്ണികളും സ്നേഹത്താൽ ധർമ്മപുത്രാദികളും ഭക്തിയാൽ മഹർഷിമാരായ ഞങ്ങളും ഭഗവത് സായുജ്യത്തെ പ്രാപിച്ചവരാണെന്ന് ഹേ വിഭോ അങ്ങ് ധരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതായത് ഞാൻ പിന്നെ ദേവജയന്മാരെന്ന് പറഞ്ഞു, മഹർഷിമാർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് 31-ാമത്തെ ശ്ലോകം, അതെനിക്ക് തോന്നുന്നു 7/7. അതെ, എന്താ ശ്ലോകം? കഥമോപി ന വേന സ്യാൽ പഞ്ചാനാം പുരുഷം പ്രതി തസ്മാൽ കേനാപ്യുപായേന മന കൃഷ്ണേ നിവേശയേത്. വേനൻ ഈശ്വരനെ കുറിച്ച് 5 പേരുടെ മധ്യത്തിൽ ഒരുവനുമായിരിക്കുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും മാർഗത്താൽ മനസ്സിനെ കൃഷ്ണനിൽ പ്രവേശിപ്പിക്കണം. ഏതെങ്കിലും തരത്തിൽ സംഹൗതി അതജ്ഞ പറയാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയേണ്ടത്, വേനൻ എന്തുകൊണ്ടാണ് നരകത്തിൽ വീണത് എന്നതിന് ഉത്തരം, വേനനാകട്ടെ മേൽപ്പറഞ്ഞ 5 പേരിലും ഉൾപ്പെട്ടവനല്ല. ഒരു വിധത്തിലും അവൻ്റെ മനസ്സ് ഭഗവാനിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ പാപത്താൽ നരകത്തിൽ പ്രവേശിച്ചു. ഇത്രത്തോളം പറഞ്ഞതിൻ്റെ സാരം, ഏതെങ്കിലും വിധത്തിൽ മനസ്സിനെ പാപഹരനായ പാപങ്ങളെ ഹരിക്കുന്നതായ ഭഗവാനിൽ ശ്രീകൃഷ്ണൻ ഉറപ്പിക്കണം. എന്നാൽ പരമപുരുഷാർത്ഥമായ സായുജ്യം ലഭിക്കും എന്ന് ക്ലിയറായിട്ട് പറഞ്ഞു. ഇനി 32-ാമത്തെ ശ്ലോകം.
മാതൃശ്രേയോ വർശ്ചൈദ്യോ ദന്തവക്ത്രശ്ച പാണ്ഡവ പാർഷദ പ്രവരോ വിഷ്ണോർവിപ്രശാപാൽപദാച്യുതോ. പാണ്ഡുകുലജാത ശിശുപാലനും ദന്തവക്ത്രനും നിങ്ങളുടെ മാതൃ സഹോദരി പുത്രന്മാരാകുന്നു. വിഷ്ണുവിൻ്റെ ഭൃത്യന്മാരിൽ ശ്രേഷ്ഠന്മാരാണ്. ബ്രാഹ്മണശാപം ഹേതുവായിട്ട് സ്ഥാനത്തിൽ നിന്ന് അധപ്പതിച്ചവരായി. ആര്? ശിശുപാലനും ദന്തവക്ത്രനും. അതിൻ്റെ മുമ്പേ രാവണനും കുംഭകർണനും. അതിൻ്റെ മുമ്പേ എന്താ പറയുക, സ്വർണത്തിൽ കണ്ണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. മനസ്സിലായില്ലേ? ഇനി ഈ 32ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. ഹേ പാണ്ഡവ, ശിശുപാലനും ദന്തവക്തനും വാസ്തവത്തിൽ ഭഗവാന്റെ ഭൃത്യവർഗത്തിൽ ശ്രേഷ്ഠന്മാരായ ജയവിജയന്മാരാകുന്നു. ബ്രാഹ്മണശാപം നിമിത്തം മനുഷ്യലോകത്തിൽ നിങ്ങളുടെ മാതൃ സഹോദരി പുത്രന്മാരായി ജനിച്ചവരാകയാൽ അവരുടെ ശാപനിവൃത്തി വന്നതുകൊണ്ട് ഭഗവത് സായുജ്യത്തിന് അർഹന്മാർ തന്നെ. പാണ്ഡുകുലജാതരായ നിങ്ങൾ ഈശ്വരനിൽ സ്നേഹം കൊണ്ടെന്ന പോലെ ശിശുപാല ദന്തവക്ത്രന്മാർ ദ്വേഷത്താൽ ഭഗവത് ചിന്ത ഉള്ളവരായി ഭവിച്ചു. നിങ്ങൾക്കെന്ന പോലെ അവർ രണ്ടുപേർക്കും മുക്തിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞു. യുധിഷ്ഠിരാവാച. അപ്പോൾ യുധിഷ്ഠിര ചോദിക്കുകയാണ്, ഇവിടെ മൈത്രേയരോടാണ് ചോദിക്കുക. 32ാമത്തെ ശ്ലോകം. കീദൃശ കസ്യവാം കീദൃശ കസ്യവാ ശാപോ ഹരിദാസാഭിമർശന അശ്രദ്ധേയൈവ ഭാതി ഹരേ ഏകാന്തിനാം ഭവാം. ഹരിദാസന്മാരെ ബാധിക്കുന്നതായ ശാപം ഏതു വിധത്തിൽ ആരുടെയാകുന്നു? ഹരിയുടെ ഏകാന്ത ഭക്തന്മാർക്ക് സംസാരം അവിശ്വാസ്യമെന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം യുധിഷ്ഠിരൻ പറഞ്ഞു. സകല പാപങ്ങളെയും സംഹരിക്കുന്ന ശ്രീഹരിയുടെ ദാസന്മാരെ ബാധിക്കുന്ന ആ ശാപത്തിൻ്റെ സ്വരൂപം എന്താകുന്നു? ആരാണ് ശപിച്ചത്? ശ്രീഹരിയുടെ ഏകാന്ത ഭക്തന്മാർക്കും ജനനമരണ സ്വരൂപസാരം സംഭവിച്ചുവെന്ന സംഗതി വിശ്വസിക്കാൻ പാടില്ലാത്ത ഒന്നുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. 34. ദേഹേന്ദ്രിയ അസുഹീനാനാം വൈകുണ്ഠപുരവാസിനാം ദേഹസംബന്ധ സംബദ്ധ ഏതദാഖ്യാതമുഹർഹസി. ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ ഇവയോട് കൂടാതിരിക്കുന്ന വൈകുണ്ഠപുരവാസിന, വൈകുണ്ഠപുരത്തിൽ വസിക്കുന്നവർക്ക് ദേഹസംബന്ധം നിമിത്തം സംഭവിക്കുന്ന ഇതിനെ പറവാനായിക്കൊണ്ട് അർഹിക്കുന്നു, ക്ഷമിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം. അതിൻ്റെ ഭാവാർത്ഥം: ജനന മരണങ്ങൾക്ക് ആസ്പദമായിരിക്കുന്ന പ്രാകൃത ശരീരങ്ങൾ, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ എന്നിവ വൈകുണ്ഠവാസികൾക്കില്ലല്ലോ. അവരുടെ ശരീരാദികൾ ശുദ്ധസത്വമയങ്ങളല്ലയോ? സ്ഥൂലദേഹമുള്ളവർക്കല്ലേ ജനന മരണങ്ങൾ ഉണ്ടാവാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് വൈകുണ്ഠപുരവാസികൾക്ക് ജനന മരണമുണ്ടെന്ന് കാണിക്കുന്ന ഈ കഥ അങ്ങ് വിസ്തരിച്ച് ഞങ്ങളുടെ സംശയം തീർത്തു തരുവാൻ അർഹനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നാരദർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നാരദരും പിന്നെ യുധിഷ്ഠിരനും കൂടിയിട്ടുള്ള സംവാദം, അതെനിക്ക് സത്യത്തിൽ അത്ര ഇത് പറയാൻ വയ്യ. കാരണം ഞാൻ അത്രയ്ക്കൊന്നും എക്സ്പെർട്ടല്ല. എന്നാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് എന്തൊക്കെയോ മനസ്സിന് സംതൃപ്തി ഉണ്ടെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. നാരദാവാച 35ാമത്തെ ശ്ലോകം. ഏകദാ ബ്രഹ്മണപുത്ര വിഷ്ണോർലോകം യദൃച്ഛയാ സനന്ദനാദയോ ജന്മുശ്ചരന്തോ ഭുവനത്രയം. സനകാദികളെ ഒരു ദിവസം വൈകുണ്ഠത്തിലെത്തി എന്ന് പറയുന്നു. 3 ലോകത്തിലും സഞ്ചരിക്കുന്ന ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ സനകാദികള് ഒരു നാൾ ഭഗവത് ഇച്ഛയാൽ, എതിർച്ഛയ എന്ന് പറഞ്ഞാൽ
ആശ്ചര്യമൊന്നും വേണ്ട, ഭഗവത് ഇച്ഛത് കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞു. വിഷ്ണുവിൻ്റെ ലോകത്തെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. നാരദൻ പറഞ്ഞു, ഭാവാർത്ഥം പറയണം. ഇങ്ങനെ ചോദിച്ചതിന് നാരദ മഹർഷി മറുപടി പറയുന്നു. ബ്രഹ്മപുത്രന്മാരായ സനന്ദൻ മുതലായ മഹർഷിമാർ 3 ലോകത്തിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഒരു നാൾ ഈശ്വരേച്ഛയ, ആ വാക്ക് ശ്രദ്ധിക്കണം, എന്തും ഏതും നിങ്ങളിത് കേൾക്കണതും ഈശ്വരേച്ഛയാണ്, എനിക്കിത് പറയാൻ സാധിക്കണതും ഈശ്വരേച്ഛയാണ്. ചിലവരിത് കാണാണ്ടിരിക്കാനുള്ള കാരണം ഈശ്വരേച്ഛയാണ്, എന്നാലേ അത് പരിപൂർണമുള്ളൂ. ഇനി 36 പഞ്ചഷഡ്ഡായനാർഭാവ പൂർവേഷാമപി പൂർവജാ ദിഗ്വാസസ ശിശൂന്മത്വാ ധ്വാസ്തോ താൻ പ്രത്യഷേധതാം. പഞ്ച എന്ന് പറഞ്ഞാൽ 5, ഷട്ട് എന്ന് പറഞ്ഞാൽ 6, അപ്പോൾ 16ആയി. ഹായനം 16 വർഷം ബാലകൻ, 5 വയസ്സ് പ്രായമുള്ള കുട്ടികളെ പോലെ ഇരിക്കുന്നവരും പൂർവേഷാം പൂർവന്മാരുടെയും പൂർവജന്മാരും നഗ്നരുമായ അവരെ കുട്ടികളാണെന്ന് വിചാരിച്ച് ദ്വാരപാലകന്മാരായ 2 പേർ നിഷേധിച്ചു. അതാണ് ഇവർ ഈ കുട്ടികൾ എന്തിനപ്പോൾ സ്വാമീനെ കാണുന്നത് എന്നൊരു തെറ്റിദ്ധാരണ അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. അവർ 5-6 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ പോലെ ഇരിക്കുന്നവരും വസ്ത്രഹീനന്മാരുമായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ അവർ പൂർവത്തിൽ ജനിച്ചവരായ മരീചാദികളുടെയും പൂർവജന്മാരായിരുന്നു. അവരെ കണ്ടപ്പോൾ ബാലന്മാരാണെന്ന വിചാരത്താൽ ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ അവരെ തടുത്തു. ഇനി 37-ാമത്തെ ഒരു 1.5 ശ്ലോകം, 3 വരി ശ്ലോകമാണ്, ശ്രദ്ധിക്കുക. അശബൻ കുപിത ഏവം യുവാം വാസം ന ച അർഹത രജസ്തമോഭ്യാം രഹിതേ പാദമൂലേ മധുദ്വിഷ പാപിഷ്ടാമാസുരീം യോനീം ബാലിശോ യാതമശ്വതാം. കോപിച്ചവരായിട്ട് ഇപ്രകാരം ശപിച്ചു. മധുവൈരിയുടെ രജസ്തമസുകളാൽ പരിത്യജിക്കപ്പെട്ട പാദമൂലത്തിൽ വാസത്തെ നിങ്ങൾ 2 പേർ അർഹിക്കുന്നില്ല. മൂഢന്മാരായ നിങ്ങൾ 2 പേർ ഇവിടെ നിന്ന് ശീഘ്രം പാപികൾക്ക് ആസ്പദമായ അസുരയോനിയെ യാനം ചെയ്യുവിൻ. ഇതാണ് ശാപമുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, സനന്ദനാദികൾ കോപിച്ച ഇപ്രകാരം ശപിച്ചു. ഹേ മൂഢന്മാരും പാപികളായവരെ, നിങ്ങൾ 2 പേരും രജോഗുണം തമോ ഗുണവും ലേശവും ഇല്ലാതിരിക്കുന്ന ശ്രീഹരിയുടെ പാദമൂലത്തിൽ വസിപ്പാൻ പോലും യോഗ്യരല്ല. ഭഗവാനെ സേവിപ്പാൻ യോഗ്യരല്ലെന്ന് പിന്നെ പറയണമെന്നില്ലല്ലോ. അതുകൊണ്ട് കാലതാമസം ഒട്ടും കൂടാതെ ഈ ലോകത്തിൽ നിന്ന് താഴേക്ക് പതിക്കുക. അതാണ് അധപ്പതിച്ചിട്ട് എന്ന് പറയാൻ കാരണം. പാപികൾക്ക് ഉചിതമായ ആസുരയോനിയിൽ ജനിക്കുവിൻ എന്നാണ് ശാപമുണ്ടായത്. ശ്ലോകം 38 ഏവം ശബ്ദോ സ്വഭവനാത് പതന്തോ തേ കൃപാലുഭി പ്രോക്തോ പുനർജന്മഭിർവാം ത്രിഭിർലോകായ കൽപ്പതാം. ഇപ്രകാരം ശപിക്കപ്പെട്ടവരും സ്വസ്ഥാനത്തിൽ നിന്ന് പതിക്കുന്നവരുമായ അവർ 2 പേർ കരുണാശീലരായ അവരാൽ നിങ്ങളുടെ 3 ജന്മങ്ങൾ കൊണ്ട് രണ്ടാമതും ലോകപ്രാപ്തിക്കായി കൊണ്ട് സംഗതി വരട്ടെ എന്ന് പറയപ്പെട്ടു എന്നായി. അതിൻ്റെ ഭാവാർത്ഥം, ഇപ്രകാരം ശപിച്ച ഉടനെ അവർ 2 പേരും വൈകുണ്ഠ ലോകത്തിൽ നിന്ന് കീഴ്പോട്ട് പോകുന്നത് കണ്ടപ്പോൾ സനകാദികൾക്ക് കരുണയുണ്ടായി. നിങ്ങളുടെ 3 ജന്മം കൊണ്ട് ഈ ശാപത്തിൽ നിന്ന് മുക്തന്മാരായിട്ട് വീണ്ടും നിങ്ങൾ വൈകുണ്ഠ ലോകത്തേക്ക് തന്നെ വരുവാൻ സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. 39-ാമത്തെ ശ്ലോകം. ജജ്ഞാതേതോദിതേ പുത്രോ ദൈത്യദാനവവന്ദിതോ ഹിരണ്യകശിപുർജ്യേഷ്ഠോ ഹിരണ്യാക്ഷോ അനുജസ്തദാം.
അവർ രണ്ടുപേർ ദിതിയുടെ പുത്രന്മാരും ദൈത്യന്മാരാലും ദാനവന്മാരാലും വന്ദിക്കപ്പെടുന്നവരുമായിട്ട് ജനിച്ചു. ഹിരണ്യകശിപു എന്ന പേരുള്ളവൻ ജ്യേഷ്ഠൻ, ഹിരണ്യാക്ഷൻ എന്ന പേരുള്ളവൻ അവൻ്റെ അനുജൻ. ഈ ശാപം, ഞാൻ ഭാവാർത്ഥം, ഈ ശാപം നിമിത്തം ജയവിജയന്മാർ രണ്ടുപേരും ദിതിപുത്രന്മാരായിട്ട് ജനിച്ചു. ആ നിലയം അവർ ഉത്കർഷം തന്നെയാണ് ഉണ്ടായത്. ദൈത്യന്മാരും ദാനവന്മാരും അവരെ വന്ദിച്ചു. അവരിൽ ഹിരണ്യകശിപു എന്ന പേരായവൻ ജ്യേഷ്ഠൻ, ഹിരണ്യാക്ഷൻ അവൻ്റെ അനുജൻ. 40 ശ്ലോകം. ഹതോ ഹിരണ്യകശിപുർഹരിണാ സിംഹരൂപിണ ഹിരണ്യാക്ഷോധരോദ്ധാരേ ബിഭ്രതാ സൗകരം വപു. ആരെ ഏത് രൂപം സ്വീകരിച്ചിട്ടാണ് വധിച്ചത് എന്നാണ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറയണത്. സിംഹരൂപത്തോടു കൂടിയ ഹരിയാൽ ഹിരണ്യകശിപു ഹനിക്കപ്പെട്ടു. ഭൂമിയെ ഉദ്ധരിക്കുന്നതിൽ സൂകര ശരീരത്തെ ധരിച്ച ഹരിയാൽ ഹിരണ്യാക്ഷനും ഹനിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം, നരസിംഹമൂർത്തിയായി അവതരിച്ച ശ്രീഹരിയാൽ ഹിരണ്യകശിപുവിനെ വധിക്കപ്പെട്ടു. സമുദ്രാന്തർഗതമായ ഭൂമിയെ സ്വസ്ഥാനത്തിൽ സ്ഥാപിപ്പാൻ വേണ്ടി വരാഹമൂർത്തിയായി അവതരിച്ച ഭഗവാൻ അതിന് വിരോധമായി നേരിട്ട് വന്ന ഹിരണ്യാക്ഷനെയും ഹനിച്ചു എന്ന് പറഞ്ഞു. ഇനി 41 ശ്ലോകം. അതെന്താ? ഹിരണ്യകശിപു പുത്രം പ്രഹ്ലാദം കേശവപ്രിയം ജിഗാസുരകരോ നാനാ യാതനാ മൃത്യുഹേതവേ. കേശവനിൽ പ്രിയത്തോടുകൂടിയ പുത്രനായ പ്രഹ്ലാദനെ ഹനിപ്പാൻ ആഗ്രഹിച്ചു. ഹിരണ്യകശിപു വധിപ്പാനായിക്കൊണ്ട് ബഹുവിധ ഘോരകർമ്മങ്ങളെ ചെയ്തു, എന്നിട്ടും ഫലപ്രാപ്തി ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. ഹിരണ്യകശിപുവിനെ വധിപ്പാനുള്ള കാരണം പുത്രനായ പ്രഹ്ലാദൻ ശ്രീ ഭഗവാനിൽ പരമഭക്തനായിരുന്നു. അവനെ സ്വപുത്രനെ ഭഗവത് പ്രിയനെന്നുള്ള ഏക കാരണത്താൽ ഹിരണ്യകശിപു ഹനിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്രൂരകർമ്മങ്ങളാൽ ബഹുവിധത്തിൽ ഉപദ്രവിച്ചു. ഇപ്പോൾ ചിലവരങ്ങനെ ഉണ്ട്, കുട്ടികളെ ഉണ്ടാനച്ചന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ തന്നെയാണെങ്കിൽ ശരി, മനസ്സിലായില്ലേ? ഇനി ശ്ലോകം 47. സർവഭൂതാത്മഭൂതം തം പ്രശാന്തം സമദർശനം ഭഗവന്തേജസാ സ്പൃഷ്ടം നാശക്നോ ധന്തുമുദ്യമൈഃ. സമവസ്തുവിൻ്റെ ദർശനത്തോടു കൂടിയവനും പ്രകർഷേണ ശാന്തനും സർവഭൂതങ്ങളിൽ ആത്മാവായി ഭവിച്ചവനും ഭഗവാന്റെ തേജസ്സിനാൽ സ്പർശിക്കപ്പെട്ടവനുമായ അവനെ, പ്രഹ്ലാദനെ, പരിശ്രമങ്ങൾ കൊണ്ട് ഹനിപ്പാനായിക്കൊണ്ട് ശക്തനായില്ല. കാരണം എന്താ? ഭഗവത് ഭക്തി തന്നെയാണ് കാരണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയേണ്ടത്, സർവത്ര നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചവനായിരുന്നു പ്രഹ്ലാദൻ. അതുകൊണ്ട് എല്ലാവരിലും ആത്മാവായിരിക്കുന്ന ബ്രഹ്മവും അവനും ഒന്നു തന്നെ എന്നറിഞ്ഞതിനാൽ ആരിലും രാഗദ്വേഷഭാവങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് നിമിത്തം ഭഗവാന്റെ തേജസ് അവനിൽ പരിപൂർണമായി. ആ കാരണത്താൽ അസ്ത്രശസ്ത്രാദികളുടെ പ്രയോഗങ്ങളാൽ ഹിരണ്യകശിപുവിനെ പ്രഹ്ലാദനെ വധിക്കാൻ സാധിച്ചില്ല. ഇനി 43 ശ്ലോകം. തതസ്തു രാക്ഷസോ ജാതോ കേശിന്യാം വിസ്രവസുതോ രാവണ കുംഭകർണശ്ച സർവലോകപതാപനോ. അതിൻ്റെ വാക്കാർത്ഥം പറയാം. അതിൽ പിന്നെ അവർ രണ്ടുപേർ വിസ്രവസിനെ പുത്രന്മാരായിട്ട് കേശിനിയിൽ രാക്ഷസന്മാരായിട്ട് ജാതന്മാരായി.
സർവലോകങ്ങളെയും തപിപ്പിക്കുന്ന അവർ രാവണനും കുംഭകർണനും ആകുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം: രണ്ടാമത്തെ ജന്മത്തിൽ ജയവിജയന്മാർ വിശ്രവസിൻ്റെ പുത്രരായിട്ട് കേശിനിയിൽ രാക്ഷസന്മാരായി ജനിച്ചു. സകല ലോകങ്ങളെയും തപിപ്പിക്കുവാൻ മതിയായ പരാക്രമശാലികളായ അവർക്ക് രാവണൻ എന്നും കുംഭകർണൻ എന്നുമായിരുന്നു നാമധേയങ്ങൾ എന്ന് പറഞ്ഞു. ഇനി ശ്ലോകം 44. ഇതിൽ 47 ശ്ലോകമുള്ളത്. അത് നമുക്ക് പറയാം. നാളെ പുതിയ അധ്യായം തുടങ്ങാലോ. അപ്പോൾ 44. തത്രാപി രാഘവോ ഭൂത്വാ നൃഹനശ്ചാപമുക്തയേ രാമവീര്യം ശ്രോഷ്യസി ത്വം മാർക്കണ്ഡേയം മുഖാത് പ്രഭോ. അതിലും രഘുകുലത്തിൽ ശ്രീരാമനായി അവതരിച്ചിട്ട് ശാപമോചനത്തിനായി കൊണ്ട് നിഹനിച്ചു. ഹേ പ്രഭുവായുള്ളവേ, അങ്ങ് മാർക്കാണ്ഡേയ മുഖത്തിൽ നിന്ന് രാമവീര്യത്തെ ശ്രവിക്കും. പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം പറയണം. രാവണ കുംഭകർണന്മാരായി ജനിച്ച അവരെ ശ്രീ ഭഗവാൻ രഘുകുലത്തിൽ ദശരഥപുത്രനായി അവതരിച്ച് ഗണിച്ചു. അവരുടെ ശാപത്തെ തീർത്ത് അനുഗ്രഹിക്കണമെന്നാണ് ഭഗവാന്റെ കാരുണ്യം. ഹേ പ്രഭോ, രാമചന്ദ്രൻ്റെ വീര്യത്തെ മാർക്കാണ്ഡേയ മുഖത്തിൽ നിന്ന് കേൾക്കാൻ അങ്ങയ്ക്ക് സാധിക്കും. അതിനാൽ രാമചരിതം കേൾക്കണമെന്നുള്ള ഉത്കണ്ഠ ഇപ്പോൾ അടക്കുക എന്ന് പറഞ്ഞു. ഇനി 45. താവേവ ക്ഷത്രിയോ ജാതോ മാതൃശ്വസ്രാത്മജോ തവ അധുനാ ശാപനിർമുക്തോ കൃഷ്ണചക്രഹതാം ഹസോ. അവർ രണ്ടുപേർ തന്നെ അങ്ങയുടെ മാതാവിൻ്റെ സഹോദരിയുടെ പുത്രന്മാരായിട്ട് ക്ഷത്രിയ കുലത്തിൽ ജാതന്മാരായി കൃഷ്ണചക്രത്താൽ ഹനിക്കപ്പെട്ട പാപത്തോടു കൂടിയവരായി ഇപ്പോൾ ശാപത്തിൽ നിന്ന് തീർത്തും മുക്തരായി എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: മുൻജന്മത്തിൽ രാവണ കുംഭകർണന്മാരായ ആ രണ്ടുപേർ തന്നെ ആണ് ഇപ്പോൾ അങ്ങയുടെ മാതൃസഹോദരി പുത്രന്മാരായി ക്ഷത്രിയ വംശത്തിൽ ജനിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ചക്രത്താൽ അവരുടെ പാപം നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഈ മൂന്നാമത്തെ ജന്മത്തിൽ അവർ ശാപത്തിൽ നിന്ന് നിശേഷം മുക്തരായി എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. വൈരാനുബന്ധ തീവ്രേണ ധ്യാനേന അച്യുതസാത്മനാം നീതോ പുനർഹരേ പാർശ്വം ജന്മദുരു വിഷ്ണു പാർഷദഃ. വൈരത്തിൻ്റെ അനുബന്ധത്താൽ ശക്തിയോടുകൂടിയ ധ്യാനത്താൽ സാത്മതാം അച്യുതനിൽ ലയം പ്രാപിക്കപ്പെട്ടവരായി പിന്നെ വിഷ്ണുഭൃത്യന്മാരായിട്ട് ഹരിയുടെ സമീപത്തെ പ്രാപിച്ചു. അപ്പോഴാണ് കഥയ്ക്ക് കൺക്ലൂഷൻ ആവുള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? ഭഗവാനിൽ വൈരത്തിൻ്റെ അനുബന്ധം നിമിത്തം ഭഗവത് രൂപത്തെ ശക്തിയോടുകൂടി നിരന്തരം ധ്യാനിച്ചതിനാൽ അവർക്ക് ഭഗവത് സായുജ്യം ലഭിച്ചു. എങ്കിലും അവരുടെ അധികാരമായ ഭാവത്തെ തന്നെ പ്രാപിക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ടാണ് രണ്ടാമതും ജയവിജയ സ്വരൂപം ധരിച്ച് ഭഗവത് സന്നിധാനത്തിൽ അവരെ ജോയിൻ ചെയ്തു, ഡ്യൂട്ടിയിൽ ചേർന്നു എന്നർത്ഥം. യുധിഷ്ഠിരാവാച. അവസാനത്തെ ശ്ലോകം: വിദ്വേഷാധൈതേ പുത്രേ കഥം ആസീൻ മഹാത്മനി ബ്രൂഹി മേ ഭഗവാൻ യേന പ്രഹ്ലാദസ്യ അച്യുതാത്മകാം. മഹത്തായ അന്ധകരണത്തോടു കൂടിയ പ്രിയപുത്രനിൽ വിരോധം എങ്ങനെയുണ്ടായി? എന്ത് സംഗതിയാൽ പ്രഹ്ലാദന് അച്യുതനിൽ ആത്മനിഷ്ഠയുണ്ടായി? ഹേ സർവജ്ഞ, എന്നോട് പറയണം എന്ന് പറഞ്ഞു. ആരെ? യുധിഷ്ഠിരൻ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം യുധിഷ്ഠിരൻ ചോദിച്ചു.
നാരദവചനം കേട്ടപ്പോൾ ജനിച്ച സംശയം നിമിത്തം യുധിഷ്ഠിരൻ ചോദിക്കുന്നു, ഹേ ഭഗവൻ, അങ്ങക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. സ്വതേ തന്നെ പുത്രനെ സ്നേഹിക്കുകയെന്നത് പ്രാണി സാധാരണമാകുന്നു. പ്രഹ്ലാദനാകട്ടെ ലോഭാദി ദോഷവൃത്തികളിലില്ലാത്തതുകൊണ്ട് മഹാത്മാവാണെന്ന് നിന്തിരുവടി അരുളി ചെയ്തു. അപ്രകാരം ഉള്ള ആത്മജനിൽ ഹിരണ്യകശിപുവിന് വിരോധാഭിപ്രായം എന്തിനുണ്ടായി? അസുരാദിപുത്രനായി ജനിച്ച പ്രഹ്ലാദൻ ചിത്തം ഭഗവാനിൽ മാത്രമായിരിക്കാൻ എന്തു കാരണം? ഈ രണ്ട് സംഗതിയും അറിവാൻ ആഗ്രഹിക്കുന്നു. നിന്തിരുവടി അരുളി ചെയ്താലും എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു കൺക്ലൂഷനാണ്. അല്ലാതെ കഴിഞ്ഞു. ഇനി അതിൻ്റെ ആ സമാപ്തിയാണ് ഏത് ആ അധ്യായം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ സപ്തമസ്കന്ധേ അസദ്വാസനാനിരൂപണ പ്രകരണേ ഔദ്ധത്യ നിരൂപണം നാമ പ്രഥമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.